സംസ്ഥാനത്ത് വൻ ലഹരി മരുന്ന് വേട്ട. കാരശ്ശേരി, കൊച്ചി, ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ നിന്നായി ഹൈബ്രിഡ് കഞ്ചാവും ബ്രൌൺ ഷുഗറും അടക്കം കോടിക്കണക്കിന് രൂപയുടെ ലഹരിയാണ് പിടിച്ചെടുത്തത്. 5.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചിയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തത്. റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പിടിച്ചെടുക്കുകയായിരുന്നു. മലപ്പുറം സ്വദേശി ഷിബുവിനെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കാരശ്ശേരിയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ നടന്ന പരിശോധനയിൽ ബ്രൌൺ ഷുഗർ കണ്ടെത്തി. അരിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ബ്രൌൺ ഷുഗർ. മലയോര മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ സിന്തറ്റിക് ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത്. യുവാക്കളെയും അതിഥി തൊഴിലാളികളെയും ലക്ഷ്യം വെച്ചായിരുന്നു കച്ചവടം. അസം സ്വദേശികളായ ആഷിഖ്, ജുസ്ന ബീഗം എന്നിവരെ എക്സൈസ് സംഘം പിടികൂടി. കൊല്ലം ആര്യങ്കാവിൽ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 12.5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. തെങ്കാശിയിൽ നിന്നും കായംകുളത്തേക്കുള്ള ബസ് തടഞ്ഞായിരുന്നു എക്സൈസിന്റെ പരിശോധന. പാലക്കാട് സ്വദേശികളായ മുബഷീർ, പ്രജോഷ് എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ നിന്നും വാങ്ങിയ കഞ്ചാവ് എറണാകുളത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത്. എറണാകുളത്തെ മൊത്ത വിതരണക്കാരന് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ലഹരി വ്യാപനം തടയുന്നതിനായി സംസ്ഥാനത്തെ വിവിധ അന്വേഷണ ഏജൻസികൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.